എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു കാർ സ്റ്റീരിയോയെക്കുറിച്ചാണ്. അപ്പോൾ ഒരു കാർ സ്റ്റീരിയോ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അത് വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ബോസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ബോസ് ആണ്. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ 12 വോൾട്ട് വേണം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കാം. ഫസ്റ്റിൽ കാണുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ്. പിന്നെ ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെൻ്റെ CD ഓപ്ഷനാണ്. ഇത് CD ഇജക്റ്റ്, ഡിസ്പ്ലേയുടെ ബട്ടൺ ഉണ്ട്. പിന്നെ ഇതാറും എൻ്റെ ഫ്രീ സെറ്റാണ്. റേഡിയോയുടെ 6 ഫ്രീ സെറ്റ്. പിന്നെ ഓഡിയോയുടെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുള്ളത്. പിന്നെ ക്ലോക്ക്, ഇത് എൻ്റെ ഓക്സിനാണ്. പിന്നെ റേഡിയോ സ്കാൻ ചെയ്യാനുള്ള സ്കാൻ ബട്ടൺ. ഇതെൻ്റെ ഒരു പവർ സ്വിച്ചാണ്. ഇത് തന്നെയാണ് വോളിയം വരുന്നത്. ഇതൊരു പുഷ് സ്വിച്ചാണ്. ഇതെൻ്റെ ഓക്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഓക്സിൻ്റെ സ്വിച്ച് ഇവിടെയാണ്. ഇത് FM AM. പിന്നെ CD ഉണ്ട്. ഈ കാണുന്ന ടേപ്പാണ്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഫോൾഡർ ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഫോൾഡർ അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കണക്ഷൻസ് 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. അപ്പോൾ ഇതിൽ നോർമൽ കാർ സ്റ്റീരിയോ പോലെയല്ല, ഇതിൽ ഒരുപാട് കണക്ഷൻസ് വരുന്നുണ്ട്. ബോസിൻ്റെ കാർ സ്റ്റീരിയോയിൽ സബ് ഊഫർ സെപ്പറേറ്റ് ആണ്. അപ്പോൾ സബ് ഊഫറിൻ്റെ ഒരു ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കണക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ കാർ സ്റ്റീരിയോയുടെ കണക്ഷൻസ് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന്, ചിലതിൽ ഓരോ കേബിളിലും അതിൻ്റെ മാർക്കിംഗ് ഉണ്ടാവും. അതല്ല എങ്കിൽ ഇതിൻ്റെ മോഡൽ നമ്പർ ഉപയോഗിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കാർ സ്റ്റീരിയോയിൽ ലേബലിംഗ് ഒന്നുമില്ല, അതേപോലെ കേബിളിൽ മാർക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് ഇതിൻ്റെ മോഡൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് അതിൻ്റെ കണക്ഷൻസും കുറച്ച് കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് കണക്ഷൻസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കണക്ഷൻസ് ഞാനിവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ബാക്കി ടെസ്റ്റ് ചെയ്യാം. ഈ കണക്ഷൻസ് എല്ലാം കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ വരുന്ന കൺട്രോളാണ്. ഇത് സബ് ഊഫറിൽ പോകുന്ന ലൈനാണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ കൂടെ ഒരു സബ് ഊഫർ ആംപ്ലിഫയർ വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പോകുന്ന കണക്ഷൻസാണ് ഇതെല്ലാം. ഈ ലാസ്റ്റ് കാണുന്നതിൻ്റെ FM AM ആൻറ്റിനയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് വയറ് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് സപ്ലൈ ആണ്. പിന്നെയുള്ളത് നമുക്ക് വേണ്ടത് ഒരു VCC ആണ്. അതിൻ്റെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ VCC ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്വിച്ച്. ഇത് സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ കാറിൽ കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സെറ്റ് ഓൺ ആവുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് VCC. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പോസിറ്റീവായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ എർത്ത് എന്ന് പറയുന്നത് എല്ലാ കാർ സ്റ്റീരിയും സെയിം ആണ്. എർത്ത് സെപ്പറേറ്റ് ഒരു വയറുണ്ട് ഇവിടെ. അതുകൂടാതെ അത് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ബോഡി എർത്തായിട്ട് യൂസ് ചെയ്യാം. രണ്ടും സെയിം ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതിൻ്റെ സ്പീക്കർ കണക്ടേഴ്സാണ്. ഇത് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻപുട്ട്, അതായത് റൈറ്റ് ഇൻപുട്ടാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും എർത്തും ഞാനൊരു RCയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഉള്ളതെല്ലാം ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. ഇത് റൈറ്റ് സ്പീക്കർ, അതിൻ്റെ നെഗറ്റീവ്. ഇതിന് രണ്ടാമത്തെ ഇൻപുട്ടാണ്. ഇൻപുട്ട് പ്ലസും അതിൻ്റെ മൈനസും. പിന്നെയുള്ള സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇതിൽ മൊത്തം 8 സ്പീക്കേഴ്സാണ് ഈ കാർ സ്റ്റീരിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാർ സ്റ്റീരിയോ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു പവർ സപ്ലൈ എടുത്ത് വെച്ചിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റ് 12 വോൾട്ട് സെറ്റ് ചെയ്യണം. മൾട്ടിമീറ്റർ 20 റേഞ്ചിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 പോയിൻറ്റ് സംതിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് 12 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അഡ്ജസ്റ്റബിൾ പവർ സപ്ലൈ ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു പവർ സപ്ലൈക്ക് വേണ്ടി കൊടുത്തേക്കുന്നത് യെല്ലോവും റെഡും ചെയ്യാനുള്ള ഒരു വയറാണ്. ഇതാണ് മെയിൻ പോസിറ്റീവ്. പിന്നെയുള്ളത് VCC ആണ്. VCC കൊടുത്തേക്കുന്ന കളർ ഒരു വയലറ്റാണ്. ഇതിൽ റെഡാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് ഇതിൽ കണക്ട് ചെയ്യാം. അടുത്തത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഷീൽഡാണ്. ഇതാണ് എൻ്റെ നെഗറ്റീവ്. ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഈ ഷീൽഡും ഈ ബോഡിയും സെയിം ആണ്.
അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഒരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്പീക്കർ ലൈൻ ഇതിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്, ഡിസ്പ്ലേ ഓണായി. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇതിലുള്ളത് AM ആണ്. FMൻ്റെ നോയ്സ് കേൾക്കാം. പിന്നെയുള്ള ഓക്സ് ആണ്. ഈ കാണുന്ന ഓക്സ് ആണ്. ഓക്സിൻ്റെ ഇൻപുട്ട് കൊടുത്താലേ അത് സെൻസ് ചെയ്യൂ. അപ്പോൾ ഞാനൊരു 3 പിൻ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 പിൻ ജാക്ക് 3.5 mm ജാക്ക് കൊടുത്ത് ചെക്ക് ചെയ്യാം. ഇനി ഓക്സ് പ്രസ് ചെയ്ത് സെലക്ട് ആവും. ഇപ്പോൾ ഓക്സ് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓഡിയോ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഓഡിയോ പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ബാസ് ആണ്. അത് നമുക്ക് ഇതിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മാക്സിമം 5 ആണ്. അതേപോലെ അടുത്ത ട്രിബിള്, അതും മാക്സിമം 5 ആണ്. അടുത്ത ഫേഡ്, അടുത്ത ബാലൻസ്, അടുത്തത് ബീപ്പ് ഓൺ ആണ്. അത് ഓൺ ഓഫ് ആക്കാം. അപ്പോൾ നമുക്കിതിൽ ഈ ഒരു ഇൻപുട്ട് കൊടുത്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.